സുഖനോ ഭവന്തു എന്നുള്ള ഒരു പ്രാർത്ഥന അങ്ങനെയാണ് അന്വർത്ഥമാകുന്നത്. ഇപ്പോൾ നേരത്തെ വലിയ തിരക്ക് കണ്ട ക്യൂ നിന്ന സ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ ക്യൂ ഒക്കെ ഒഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം ഇനിയിപ്പോൾ വലിയ ദർശനത്തിന് കൂടുതൽ ഭക്തരെത്തില്ല. ഇനി തിരുമുറ്റത്ത് പൊങ്കാലയിടുന്ന ഭക്തരാണ് ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിനായി കയറി പോകുന്നത്. ഇനി നേരത്തെ ദൂരെ സ്ഥലങ്ങളിൽ, അതായത് ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അർപ്പിക്കാൻ വന്ന ഭക്തജനങ്ങൾ ആ പൊങ്കാല ഇടുന്നതിന് മുൻപ് ക്ഷേത്രത്തിൽ വന്ന് തൊഴാനുള്ള അവരുടെ നീണ്ട ക്യൂ ആയിരുന്നു. ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് എത്തേണ്ടവർ ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോയിരിക്കുന്നു. ഇനി അവർ പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കുന്ന തിരക്കിലാകും. അതോടുകൂടി ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള തിരക്ക് കുറയുകയാണ്. ആ നീണ്ട വരിയൊക്കെ മാറിയിരിക്കുന്നു. തിരുവാതിര താലപ്പൊലിയൊക്കെ ആയിട്ട് തിരുവാതിര വേഷത്തിലും ഒക്കെ എത്തിയിരുന്ന കുട്ടികൾ ഇനിയിപ്പോൾ പൊങ്കാലയ്ക്ക് ശേഷമാകും എത്തുക. കുറച്ച് കുട്ടികളുണ്ട് ഇവിടെ, അവരെ കൂടി കാണാം. കാരണം വളരെ മനോഹരമായൊരു ദൃശ്യമാണ്. ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ് കുരുന്നുകൾ ഇങ്ങനെ സെറ്റും മുണ്ടും പാവാടയും ഒക്കെ എടുത്ത്. എത്ര നേരമായി നിൽക്കുന്നു നിങ്ങളൊക്കെ? ഒരുപാട് നേരമായി. നേരത്തെ വലിയ ക്യൂ ആയിരുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ പേര്? ആരാ ഒരുക്കി തന്നെ? അമ്മ. മയിൽപ്പീലിയൊക്കെ ഉണ്ടല്ലോ. കൃഷ്ണവേഷമാണോ? ആറ്റുകാലമ്മയെ കാണാൻ വന്നതാണോ? എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടോ നോക്കാതോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ വർഷവും നമ്മൾ അടുത്തന്നെയാണ് താമസം. എല്ലാ വർഷവും നടത്താറുണ്ട്. ഇവിടെ മറ്റൊരു സുന്ദരിക്കുട്ടി നിൽക്കുന്നു. നോക്കട്ടെ, എന്താ പേര്? ശിവന്യ. ഇതെവിടുന്നാ കിരീടമൊക്കെ വാങ്ങിച്ചത്? ഇവിടെ മറ്റൊരാള് മാലയൊക്കെ ഇട്ട് പൂമാലയും ഒക്കെ അണിഞ്ഞ്. എന്താ പേരെന്താ? പല്ലവി. അമ്മയെ കാണാൻ വന്നയാണോ? ആറ്റുകാലമ്മയെ കാണാൻ വന്നയാണോ? പൊങ്കാല ഇടുന്നുണ്ടോ? ഈ മാല എവിടുന്നാ വാങ്ങിച്ചേ? ഇത് നേർച്ചയുണ്ടോ അതോ എന്താ? അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത് നേർച്ചയുടെ ഭാഗമായിട്ടാണ്. ഇത് പൊങ്കാല ദിവസം തുടരെ ഇന്ന് രാത്രി വരെ ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള താലപ്പൊലിയുമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ഭക്തരുണ്ട്. ഇതാ ഇവിടെ മറ്റ് ദർശനം കഴിഞ്ഞ് വരുന്ന കുട്ടികൾ. കഴിഞ്ഞോ ദർശനം കഴിഞ്ഞോ? മക്കളെ തൊഴിച്ചു. അമ്മയെ കണ്ടോ? ആറ്റുകാലമ്മയെ കണ്ടോ? ആണോ? സുന്ദരിക്കുട്ടിയെ ആറ്റുകാലമ്മയുടെ മുന്നിൽ ചെന്നപ്പോ ആറ്റുകാലമ്മ എന്തോ പറഞ്ഞു? സുന്ദരിക്കുട്ടിയായിട്ട് ആറ്റുകാലമ്മയുടെ മുന്നിൽ ചെന്നപ്പോ എന്ത് പറഞ്ഞു? അമ്മ എന്ത് പറഞ്ഞു? പ്രാർത്ഥിച്ചെന്താ? ആ പ്രാർത്ഥന എന്നോട് പറഞ്ഞാൽ നടക്കത്തില്ലെന്നല്ലേ? മിടുക്കി. അങ്ങനെ ആരോടും പറയണ്ട കേട്ടോ, മനസ്സിൽ വെച്ചാൽ മതി. ആറ്റുകാലമ്മയെ മോള് പറഞ്ഞാൽ മതി. അങ്ങനെയാണ്. പ്രാർത്ഥനകൾ പുറത്തു പറഞ്ഞാൽ അത് ഫലിക്കത്തില്ല. അതുകൊണ്ട് മോള് പറയത്തില്ല. ആറ്റുകാലമ്മയോട് മാത്രമാണ് ആ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ, കുരുന്നുകൾ മുതൽ അമ്മമാർ, വല്യമ്മമാർ വരെ ഒരുപാട് പ്രാർത്ഥനകളുമായിട്ടാണ് അമ്മയുടെ തിരുമുറ്റത്ത്, അമ്മയുടെ മുൻപിൽ ഈ അനന്തപുരിയിൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി മോളുടെ ആഗ്രഹം നടക്കട്ടെ. കുഞ്ഞും ആറ്റുകാലമ്മയും മാത്രം അറിഞ്ഞ ആ ആഗ്രഹം അത് നടക്കട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അനന്തൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പഞ്ചഭൂതങ്ങൾ ചേരുന്ന ഒരു പൊങ്കാലയാണെന്നുള്ള കാര്യം. അത് ഈ നമ്മുടെ പൊങ്കാലയിലെ പഞ്ചഭൂതങ്ങളുടെ സംഗമമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭൂമിയെയാണ് മൺകലം അത് പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ അരിയും മറ്റുള്ളവയൊക്കെ ആകാശമായിട്ടും, വായു, ജലം, അഗ്നി ഇവയെല്ലാം കൂടി ചേരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചഭൂതങ്ങളുടെ ഒരു സംഗമം കൂടിയായിട്ടാണ് ഓരോ പൊങ്കാലയും നമ്മൾ കാണുന്നതും വിശേഷിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകർ കണ്ടു.